അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് വായിലിട്ടാൽ അലിഞ്ഞു പോകുമെന്നൊക്കെ പറയില്ലേ, അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറിലുള്ളൊരു കാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. കാരമൽ പുഡിങ് നമുക്ക് പല വെറൈറ്റിയിലും ഉണ്ടാക്കിയെടുക്കാം അല്ലേ, റവ, ബ്രെഡ്, എഗ്ഗൊക്കെ വെച്ചിട്ട്. എന്നാൽ ഇന്ന് ഇതൊന്നും കൊണ്ടല്ല കേട്ടോ നമ്മൾ ഈ ഒരു കാരമൽ പുഡിങ് ഉണ്ടാക്കുന്നത്. എന്താണെന്നല്ലേ, വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇതാണ് ഈ ഒരു പുഡിങ്ങിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. കാരണം ഇതിൽ ആ ഒരു കളർ ഒന്ന് ചേഞ്ചായി പോയാൽ നമ്മുടെ പുഡിങ്ങിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ ഷുഗർ കാരമലൈസ് ചെയ്യാൻ എളുപ്പമാണ്. ആദ്യം ഒരു കപ്പ് ഷുഗർ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിൽ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിച്ച് കൊടുക്കുകയോ സ്പൂണിട്ട് ഇളക്കുകയോ ഒന്നും ചെയ്യേണ്ട. അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് അലിഞ്ഞ് വന്നോളും. അലിഞ്ഞ് ഈ ഒരു കളറാകുന്ന സമയത്ത് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഏതൊരു പാത്രത്തിലാണോ നമ്മൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വെക്കുക. ഈ ഒരു കളറിൽ കൂടുതൽ കളർ ഡാർക്കായി പോയാൽ നമ്മൾ കാരമലൈസ് ചെയ്തതിൻ്റെ ടേസ്റ്റ് ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പോൾ ആ ഒരു പുഡിങ്ങിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ അതവിടെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ മെയിൻ താരം എന്ന് പറയുന്നത് ബണ്ണാണ്. ഈ ഒരു വലിയ ബണ്ണാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം മതി. ഞാനിപ്പോൾ ചെറിയ സൈസുള്ള നമ്മൾ ചായക്ക് കൂട്ടുന്ന ബണ്ണുണ്ടല്ലോ, അത് 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. നല്ല ചൂടുള്ള 1.5 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് വാനില എസൻസും മധുരത്തിനായിട്ടുള്ള പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടും ഇത് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഫൈൻ പേസ്റ്റായിട്ട് ഒട്ടും തരികളൊന്നും ഇല്ലാതെ അടിച്ചെടുക്കാം. ഇത് നമുക്ക് എക്സ്ട്രാ കുക്കിംഗ് ടൈമോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ. കാരണം നമ്മളിത് സ്റ്റൗവിൽ വെച്ചിട്ട് തിളപ്പിക്കോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ജസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് ആ ഒരു കാരമലിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ആ ഒരു കാരമലൈസ് ചെയ്ത ഷുഗർ സെറ്റായിട്ടില്ല. അത് നല്ലോണം ഒന്നങ്ങ് മെൽട്ടായതൊക്കെ ഒന്നങ്ങ് സെറ്റായി വന്നാലേ നമുക്കത് മിക്സ് ഒഴിച്ച് കൊടുത്തോളൂ. അപ്പോഴേക്കും നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് ചെയ്തെടുക്കാം. അതിനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. കൂടുതലൊന്നും വേണ്ടേ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു സ്റ്റാൻഡ് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു വെള്ളം തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ ഷുഗറൊക്കെ കാരമലൈസ് ചെയ്തത് നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ബണ്ണിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ ഈ ഒരു പുഡിംഗ് ബൗൾ പ്ലേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം ടൈറ്റായിട്ട് ആവിയൊന്നും പുറത്ത് പോകാത്ത തരത്തിൽ കവർ ചെയ്തെടുക്കുക. ഫോയിൽ പേപ്പർ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു വലിയ പാത്രവും നല്ലോണം അടച്ച് വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് അത്രയും മാത്രം മതി കേട്ടോ. പെട്ടെന്ന് ബണ്ണായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് ബേക്കായി കിട്ടിക്കോളും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുത്താൽ നമ്മളെ കാരമൽ ബൺ പുഡിങ് റെഡിയാക്കി കിട്ടുമേ. ഇനിയിപ്പോൾ ഇതുപോലെ വലിയ പാത്രത്തിലൊന്നും വെച്ച് കൊടുക്കണമെന്നില്ലേ. ഇഡ്ഡലി തട്ടൊക്കെ എല്ലാവരുടെ വീട്ടിലും എന്തായാലും ഉണ്ടാവില്ല. അതിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുത്താലും മതി. അങ്ങനെയും നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതാ ഒന്നങ്ങ് ചൂടാറിയതിന് ശേഷം നമ്മളിത് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. തണുപ്പിച്ചിട്ട് കഴിക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു പുഡിങ്ങിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഫ്രിഡ്ജിലൊരു 1/4 മണിക്കൂറോളം വെക്കുന്നുണ്ട്. കൂടുതൽ സമയമൊന്നും വേണമെന്നില്ല. എന്നിട്ട് ഇതാ പെട്ടെന്ന് ഇത് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സൈഡൊക്കെ ഒന്നങ്ങ് കത്തി വെച്ചിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പ്ലേറ്റിലോട്ട് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു കാരമൽ പുഡിങ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. എനിക്ക് പുഡിങ്ങുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം ഈ ഒരു കാരമൽ പുഡിങ്ങാണ്. അതിപ്പം ബണ്ണായിക്കോട്ടെ, ബ്രെഡ്, റവ ഏതോ ആയിക്കോട്ടെ, കാരമൽ പുഡിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിക്കാനും കാണാനും പ്രധാനമായിട്ടും ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്നാ ഈ ഒരു പുഡിങ് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ട് അത് കട്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വായിലിട്ടാൽ അലിഞ്ഞു പോകാമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതേപോലെ നമ്മൾ കത്തി അങ്ങ് വെക്കേണ്ട താമസമേ ഉള്ളൂ. അതങ്ങനെ സോഫ്റ്റായിട്ട് അതങ്ങ് താഴോട്ട് പോയിട്ട് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഭയങ്കരമാണ് കേട്ടോ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ നമ്മൾ വായിലിടുന്ന സമയത്ത് തന്നെ അതങ്ങനെ അലിഞ്ഞില്ലാണ്ടാകുന്ന പോലത്തെ ഒരു ടെക്സ്ചറാണ് ഇതിന്. പിന്നെ ചൈന ഗ്രാസോ ജലാറ്റിനോ കോൺഫ്ലോർ പൗഡറോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ. വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന സ്ഥിരമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി അല്ലേ ഇത്. ഒരുപാട് കുക്കിംഗ് ടൈമോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് നമ്മൾ ആ ഒരു ഷുഗർ കാരമലൈസ് ചെയ്യുന്ന ടൈമും പിന്നെ ബേക്ക് ചെയ്യുന്ന ആ ഒരു 15 മിനിറ്റും മാത്രമേ വേണ്ടൂ. ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. നല്ലൊരു ഷുഗർ ക്രേവിംഗ് ഒക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സൂപ്പർ പുഡിംഗ് അല്ലേ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഏതെങ്കിലും പുഡിംഗ് ലവേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഈസി റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ അച്ചൂസ് ടൈം എന്ന ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.